എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രേവതി സ്തുതി ഫിഷ് എടുക്കാനിരിക്കുന്ന അമ്പലത്തിലോട്ട് വരുന്നുണ്ട്. അപ്പം അമ്പലത്തിലോട്ട് കയറി പോകുന്ന സൈഡിലിരിക്കുന്ന ഭിക്ഷക്കാർക്കൊക്കെ പൈസ കൊടുത്ത് രേവതി അകത്തോട്ട് കയറിപ്പോവും. അന്നേരം സ്തുതി മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഈശ്വര ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാകിയല്ല, കുറച്ച് നേരം ഇവിടെ നിന്ന് മാറി നിൽക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. അങ്ങോട്ട് പുറകോട്ട് നോക്കിയാണ് പോകുന്നത്. അന്നേരം ആ ഫുഡ് മേടിച്ചു കൊടുത്ത ഭിക്ഷക്കാരനുണ്ടല്ലോ, അയാൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്ന സമയമായിരുന്നു. അയാളെ കയറി ഇടിക്കും. അന്നേരം അയാൾ നീ എങ്ങോട്ട് പോവാടാന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ ഇവിടുന്ന് പോകാമെന്ന് പറയുമ്പോൾ, അങ്ങനെ പോകുമൊന്നും വേണ്ട, നീ ഇന്നൊരു ദിവസം ഇവിടെ ഇരുന്നു, ഞാൻ യൂണിയൻകാരോട് വിളിച്ച് ചോദിച്ചു, അനുവാദം മേടിച്ചിട്ട് വരുന്നത്, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചുകൊണ്ട് ആ ഇരുന്നിടത്ത് തന്നെ കൊണ്ട് ഇരുത്തുക. അന്നേരം സ്തുതി പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഇവിടെ ഇരുന്ന പ്രശ്നമുണ്ട്, ഞാൻ എഴുന്നേറ്റ് പോകാമെന്ന് പറയുമ്പോൾ, അവിടെ ഇരിക്കടാന്ന് പറഞ്ഞ് പിടിച്ചിരുത്തും. അന്നേരമാണ് മേളിൽ നിന്ന് രേവതി ഇറങ്ങി വരുന്നത് കാണുന്നത്. അന്തെങ്കിലും തോർത്തുകൊണ്ട് തല മൊത്തം മൂടിയിരിക്കുവാണ്. അപ്പോൾ രേവതി ഇറങ്ങി വന്ന് ഓരോരുത്തർക്കും പൈസ കൊടുക്കുവാണ്. അന്നേരം ആ ഭിക്ഷക്കാരൻ പറയുന്നുണ്ട്, ഇതൊരു പുതിയ ആളാണ്, അവനോട് കൊടുക്കാവോ എന്ന് ചോദിക്കുമ്പം രേവതി അത് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പം തല മൊത്തം മൂടിയിരിക്കുവാണല്ലോ. അപ്പം അടുത്തിരിക്കുന്ന ഭിക്ഷക്കാരൻ, നീ എന്താ ആവി പിടിക്കാൻ വേണ്ടി ഇരിക്കുവാണോ എന്ന് ചോദിച്ച് ആ തലയിൽ തോർത്തങ്ങ് മാറ്റും. അന്നേരം സ്തുതി പെട്ടെന്ന് മുഖം പൊത്തുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് കാണുന്നുണ്ട് രേവതി ഏതായാലും പൈസ കൊടുക്കും. അത് കഴിഞ്ഞ് രേവതിക്ക് ഒരു സംശയം. രേവതി പയ്യെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെയും തിരിഞ്ഞ് നോക്കുവാണ്. എന്നിട്ട് തിരിച്ചു വന്ന് പിന്നെ നോക്കുമ്പോഴാണ് സ്തുതിയെ കറക്റ്റ് കാണുന്നത്. അന്നേരം ഇങ്ങനെ അത്ഭുതപ്പെട്ട് രേവതി സ്തുതിയോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്താ പറ്റിയത്, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ ഇരുന്ന് ഇവരൊക്കെ ചെയ്യുന്ന പോലെ നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുവാണ്. സ്തുതി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പിന്നെയും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ടും സ്തുതി ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് രേവതി നേരെ പുറത്തേക്ക് പോരുവാണ്. എന്നിട്ട് സച്ചിയെ വിളിക്കും. എന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ എത്രയും പെട്ടെന്ന് അമ്പലത്തിലേക്ക് വരാമോ എന്ന് ചോദിക്കും. അന്നേരം സച്ചി ചോദിക്കും, എന്തിനാ, ഇന്നാൾ നിന്നെ എടുത്തുകൊണ്ട് അമ്പലത്തിന് വലം വെക്കുന്ന വഴിപാടൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് വരികയില്ല എന്ന് പറയും. അന്നേരം അതൊന്നുമല്ല, വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു പ്രശ്നമുണ്ട്, സച്ചിയേട്ടൻ ഇങ്ങോട്ട് വരണമെന്ന് പറയുമ്പോൾ, അമ്പലത്തിൽ പ്രശ്നമോ, അതെന്ത് പ്രശ്നമാണെന്ന് ചോദിക്കുമ്പോൾ, അതെ ഇവിടെ ഒരാളുണ്ട്, അയാളെ കാണാൻ വേണ്ടിയാന്ന് പറയും. അന്നേരം അത് ആരാണ് എന്ന് ചോദിക്കുമ്പം, അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് രേവതി പറയും. അന്നേരം സച്ചി പറയുന്നുണ്ട്, എന്താണെങ്കിലും എന്നോട് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ, കാര്യം പറ എന്ന് പറയും. അന്നേരം രേവതി പറയുകയാണ്, ഇവിടെ നിങ്ങളുടെ ഏട്ടനുണ്ടെന്ന്. അന്നേരം സച്ചി ചോദിക്കും, എൻ്റെ ഏട്ടനോ, അവനവിടെ ആ ഓട്ടക്കാരനാണോ, അവനവിടെ എന്തെടുക്കുകയെന്ന് ചോദിക്കുമ്പം, ഇവിടെ കുറേ ഭിക്ഷക്കാരിരിപ്പുണ്ട്, അവരുടെ കൂടെ ഇരുന്ന് ഭിക്ഷ എടുക്കുകയെന്ന് പറയുമ്പോൾ, പിന്നെ അവൻ അങ്ങനെയൊന്നും ചെയ്യുകയില്ല, നിനക്ക് ആൾ മാറിപ്പോയതായിരിക്കും എന്ന് പറയും. അന്നേരം രേവതി പറയുന്നുണ്ട്, പിന്നെ എനിക്ക് നിങ്ങളുടെ ഏട്ടനെ കണ്ടാൽ മനസ്സിലാവില്ല, അത് നിങ്ങളുടെ ഏട്ടൻ തന്നെയാണ്, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വാ, എന്താ കാര്യം, എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്നൊന്ന് ചോദിക്കുകയെന്ന് പറയുമ്പോൾ, ഞാൻ അങ്ങോട്ട് വരാം, നീ ഫോൺ വയ്ക്കുക എന്ന് പറയും. അങ്ങനെ സച്ചി അമ്പലത്തിലേക്ക് വരുവാട്ടോ. രേവതി നോക്കി നിൽപ്പുണ്ട്. ഈ സമയം നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും കൂടി ചർച്ചയാണ്, ഇനി എങ്ങനെയെങ്കിലും ശ്രീകാന്തിനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരണം. ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്ന് ഇങ്ങോട്ട് വന്നപ്പം ശ്രീകാന്ത് ഇനി ഇവിടെ തന്നെ നിൽക്കും, ഇനി 2 ദിവസം നമ്മുടെ കൂടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും റെസ്റ്റോറൻറ്റൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ തന്നെ പിടിച്ചു നിർത്തണം, അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, എന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ എന്നൊക്കെ പറയുക. അന്നേരം മധുസൂദനൻ പറയുന്നുണ്ട്, ശ്രീകാന്തിനെ എങ്ങനെയും ഇവിടെ പിടിച്ചു നിർത്തണം, അതിനെന്താ ചെയ്യാൻ പറ്റുന്നത് എന്നതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം എന്ന് പറയുമ്പം വർഷയുടെ അമ്മ പറയുന്നു, ശ്രീകാന്ത് ഇപ്പം താമസിക്കുന്നത് അവിടെ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ ഒരു ചെറിയ റൂമിലാണ്, അവൻ വീട്ടിലോട്ട് പോയിട്ടൊന്നുമില്ല, വർഷം കൂടി ചെല്ലണം എന്നായിരിക്കും അവൻ ഉദ്ദേശിക്കുന്നത്, അവൻ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പം, ആ ഡ്രൈവറുടെ മോനല്ല, അവൻ അതിൻ്റെ അഹങ്കാരം കാണുമെന്ന് മധുസൂദനൻ പറയുന്നുണ്ട്. അന്തേക്കുമാണ് അങ്ങോട്ടേക്ക് വർഷ കയറി വന്നെ. വർഷ കട്ടക്കലിപ്പിലാണ് വരുന്നത്, ബാഗൊക്കെ എടുത്ത് എറിയും. അന്നേരം അമ്മ ചോദിക്കുന്നുണ്ട്, ഇതെന്താ വർഷയെ കാണിക്കുന്നത്, നീ ഇതിന് ഈ ബാഗൊക്കെ എടുത്ത് എറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി എനിക്കൊരുത്തിനെ കണ്ടുപിടിച്ചില്ലായിരുന്നോ, അവൻ കാരണം എനിക്കിപ്പം ജീവിക്കാൻ മേലാത്ത അവസ്ഥയായി എന്ന് പറയുമ്പോൾ മധുസൂദനൻ ചോദിക്കും, ആര്, റോഷനോ എന്ന് ചോദിക്കും. അവൻ അതിന് നാട്ടിലില്ലല്ലോ എന്ന് പറയുമ്പോൾ, അവൻ നാട്ടിലുണ്ട്, അവൻ ഇന്ന് എൻ്റെ വണ്ടിക്ക് കുറുകെ വണ്ടിയിട്ട് എന്നെ അവൻ്റെ വണ്ടി ബലമായിട്ട് പിടിച്ച് കയറ്റിക്കൊണ്ട് പോകാൻ നോക്കി, അന്നേരം സച്ചേട്ടനാണ് വന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ പറയും. അന്നേരം വർഷയുടെ അമ്മ, ഇതെന്താ ഏട്ടാ നമ്മൾ ഈ കേൾക്കുന്നതെന്ന് ചോദിക്കുമ്പം, ഇതൊക്കെ ഡ്രാമയാണ് അവൻ്റെ എന്ന് പറയുമ്പം വർഷ ചോദിക്കും, ആരുടെ ഡ്രാമ എന്ന് ചോദിക്കും. അന്നേരം മധുസൂദനൻ പറയുന്നുണ്ട്, ഇത് സച്ചി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്, അവൻ നിന്നെ ഉപദ്രവിക്കുമ്പം സച്ചി വന്ന് രക്ഷപ്പെടുത്തും, അങ്ങനെ അവൻ്റെ ഭാഗത്തെ തെറ്റിനെ ന്യായീകരിക്കാൻ പറ്റും, അതിനുവേണ്ടി അവർ രണ്ടുപേരും കൂടെ മനഃപൂർവ്വം കാണിച്ചതായിരിക്കും ഇത് എന്ന് പറയുമ്പം വർഷ പറയുന്നുണ്ട്, അച്ഛാ എന്ത് പറയുമ്പോഴും അതിനൊരു ലോജിക്ക് വേണം, സച്ചിയേട്ടൻ ഒരിക്കലും റോഷനെ കണ്ടിട്ടില്ല, അവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല, ഇന്ന് ആദ്യമായിട്ടാണ് സച്ചേട്ടൻ അവനെ കാണുന്നത്, സച്ചേട്ടൻ വന്നതുകൊണ്ടാണ് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്, അതുകൊണ്ട് എന്തെങ്കിലും പറയുമ്പോൾ ഒന്ന് ആലോചിക്കണമെന്ന് പറയുക കേട്ടോ. എന്നിട്ട് വർഷ പറയുന്നുണ്ട്, നിങ്ങളെല്ലാം കാരണമാണ് എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്, അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു എന്ന് പറയുമ്പോൾ, മഹിമ നീ എന്ത് തീരുമാനം എടുത്തു എന്നാണ് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്തിനാ നിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നത്തിൻ്റെ പേരിൽ ഇങ്ങനെ ശ്രീകാന്തുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ പിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് കണ്ടവന്മാർ വന്ന് എന്നെ പേടിപ്പിക്കാനോ എന്നെ പിടിച്ചുകൊണ്ട് പോകാനോ ഒക്കെ നോക്കുന്നത്, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുവാണ് എന്ന് പറയും.
അന്നേരം മഹിമ എൻ്റെ വീടെന്നോ, ഇതല്ലേ നിൻ്റെ വീട്, നീ പിന്നെ ഏത് വീടിൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന് ചോദിക്കും. അന്നേരം വർഷ പറയുന്നുണ്ട് ശ്രീകാന്തിൻ്റെ വീടാണ് എൻ്റെ വീട്, ഞാൻ അങ്ങോട്ട് പോകുവാണ് എന്ന് പറയുമ്പം മധുസൂദനൻ പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, സച്ചിയുടെ ഡ്രാമയാണ് എന്ന്, നിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി അവൻ ഇതെല്ലാം ഒപ്പിച്ചതാണ് എന്ന് പറയുമ്പം വർഷം പറയുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ഡ്രാമയാണോ, നിങ്ങൾ മനഃപൂർവ്വം ഇതൊക്കെ റോഷനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയും. അന്നേരം മഹിമ ചോദിക്കും ഇതെന്താ മോളെ നീ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുവാണ്. അന്നേരം വർഷ പറയുന്നുണ്ട് പിന്നെ അവൻ എങ്ങനെയാണ് ഞാൻ ശ്രീകാന്തുമായിട്ട് പിണങ്ങി ഇവിടെ വന്ന് നിൽക്കുവാണ് എന്ന് അവൻ അറിഞ്ഞത്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ആ സംശയം എന്ന് പറയുമ്പോൾ മോളെ നീ ഞങ്ങളെ സംശയിക്കുവാണോ എന്ന് ചോദിക്കും. അന്നേരം വർഷ ചോദിക്കും അതെന്താ നിങ്ങളെ സംശയിച്ചാൽ കൊള്ളില്ലേ, നിങ്ങൾക്ക് എല്ലാവരെയും സംശയിക്കാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, അച്ഛൻ്റെ ഈ സംശയം കൊണ്ടാണ് അന്ന് ആ പ്രശ്നം മൊത്തം ഉണ്ടായത്, അച്ഛന് രേവതി ചേച്ചി അങ്ങനെ പറയേണ്ട കാര്യമുണ്ടായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം മധുസൂദനൻ പറയുന്നുണ്ട് അവൾ നിൻ്റെ മാല എന്ന് പറയുന്നത് നിർത്തച്ച, ഇനിയും അങ്ങനെ പറയല്ലേ, രേവതി ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല, രേവതി ചേച്ചി ആ വീട്ടിൽ എന്നെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിക്കും. അന്നേരം മഹിമ പറയുകയാണ് അത് നിൻ്റെ കാശിന് വേണ്ടി അവൾ ചെയ്യുന്നതാണ് എന്ന്. അന്നേരം വർഷ പറയുന്നുണ്ട് മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കാശിന് വേണ്ടി ജീവിക്കുന്നവരാണെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല, നിങ്ങൾക്ക് അവരെ പറ്റി അറിയാൻ മേലാത്തത് കൊണ്ടാണ്, അതുകൊണ്ട് നിങ്ങളുണ്ടാക്കിയ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഞാനും ശ്രീകാന്തും ഇനി പിരിഞ്ഞ് താമസിക്കാൻ ഉദ്ദേശമില്ല, ഞാൻ അങ്ങോട്ട് പോകുവാണ് എന്ന് പറയുമ്പം മഹിമ ചോദിക്കും നിൻ്റെ അച്ഛനെ തല്ലിയ അവൻ്റെ വീട്ടിലോട്ടാണോ നീ പോകുന്നത് എന്ന്. അന്നേരം വർഷ പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലല്ലോ ജീവിക്കാൻ പോകുന്നത്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഉണ്ടാക്കിയ പ്രശ്നത്തിൻ്റെ പേരിൽ ഇനി പിരിഞ്ഞ് താമസിക്കാൻ ഞാനും ശ്രീകാന്തും ഉദ്ദേശിക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് പോകുവാണ് എന്ന് പറയുമ്പം നിൻ്റെ അച്ഛനെ തല്ലിയവൻ്റെ വീട്ടിലോട്ടാണ് നീ പോകുന്നത് എന്നുള്ള കാര്യം നീ മറന്നു പോകരുതെന്ന് മഹിമ പറയും. അന്നേരം വർഷ പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാനല്ല പോകുന്നത്, ഞാൻ പോകുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനാണ്, ഞാൻ അത് നോക്കിയാൽ പോരെയെന്ന് ചോദിക്കുമ്പോൾ അന്നേരം മധുസൂദനൻ ചോദിക്കുന്നുണ്ട് അന്നേരം ആ സച്ചി അവൻ എന്നെ തല്ലിയത് തെറ്റല്ലേന്ന്. അന്നേരം വർഷ പറയുന്നത് തല്ലിയത് തെറ്റാണ്, പക്ഷേ അതുപോലെ തന്നെ തെറ്റാണ് അച്ഛൻ രേവതി ചേച്ചിയെക്കുറിച്ച് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അങ്ങേര് പറയുവാണ് അവളുടെ അനിയൻ ഒരു കള്ളനാണെന്ന്. അന്നേരം വർഷ പറയുന്നുണ്ട് ആയിക്കോട്ടെ അത് അച്ഛനെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ, അച്ഛൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പോവുക എന്ന് പറഞ്ഞ് ബാഗ് എടുത്തുകൊണ്ട് വർഷം ഇങ്ങോട്ട് പോരും. രണ്ടെണ്ണോ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുക. പിന്നെയും കാണിക്കുന്നത് സുധിയാണ്. സുധി ആകെ മടുത്തിരിക്കുക. അന്നേരം അടുത്തിരിക്കുന്ന ആ ഭിക്ഷക്കാരൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ മടുത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല, നന്നായിട്ട് ചോദിച്ചാൽ ഭിക്ഷ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ തൊണ്ട വയ്യ, നിങ്ങളെങ്ങനെ ഇതെന്നും ചെയ്യുന്നത് എന്ന് ചോദിക്കും. അന്നേരം അങ്ങേര് പറയുന്നുണ്ട് ഭിക്ഷ എടുക്കാനാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, ഇപ്പം നീ നന്നായിട്ട് ഭിക്ഷ ചോദിക്കുക, അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഇച്ചിരി ചുക്കും മല്ലിയൊക്കെ ഇട്ട് കാപ്പ് കുടിച്ചാൽ മതി, ശരിയായിക്കോളൂ എന്ന് പറയും കേട്ടോ. എന്നിട്ട് സുധിയോട് ഭിക്ഷ യാചിക്കാൻ പറയുന്നു. സുധി അമ്മ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഭിക്ഷ യാചിക്കുന്നുണ്ട്, കുറച്ച് പൈസയൊക്കെ കിട്ടുന്നുണ്ട്. ഈ സമയമാണ് സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചിനെ രേവതി കാണിച്ചു കൊടുക്കുകയാണ് സുധിയേനെ. ഇത് കണ്ട് സച്ചിയുടെ കണ്ണ് തള്ളിപ്പോകും. സച്ചി ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ സുധി ഇതുപോലൊരവസ്ഥ അവിടെ വന്നിരിക്കുമെന്ന്. ഏതായാലും അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ സുധി നീ ഇവിടെ എന്നെ എടുക്കുക, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കും. ഞാൻ മൈൻഡ് ചെയ്യില്ലേ. നേരം സച്ചി അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് ചോദിക്കുന്നത് എന്നെ പണി നീ കാണിക്കുന്നത്, നീ ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ മാനം അഭിമാനം അതിനെപ്പറ്റിയൊക്കെ നീ ഓർത്തിട്ടുണ്ടോ, നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, എഴുന്നേറ്റിടാന്ന് പറയും. അന്നേരം ഇല്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറയും കേട്ടോ. അന്നേരം സച്ചി പറയുന്നുണ്ട് എനിക്ക് ഈ അവസ്ഥ നിന്നെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, നിനക്ക് ജോലി കിട്ടാഞ്ഞിട്ടാണ് ഈ കാണിക്കുന്നതെങ്കിൽ ജോലി കിട്ടും, അതിന് പ്രയത്നിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പം ആ കൂടിയിരിക്കുന്ന ആൾ പറയും ഇവൻ ഇന്ന് ആദ്യമായിട്ട് വന്നതാണ്, എന്തോ പരിഹാരക്രിയ ചെയ്യാൻ വേണ്ടി വന്നതാണെന്നാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം പരിഹാരക്രിയോ അതെന്താ എന്ന് ചോദിക്കും. അന്നേരം സുധി പറയുവാണ് എന്നോടൊരു സ്വാമി പറഞ്ഞു ഇവിടെ വന്ന് ഇങ്ങനെ ഭിക്ഷ എടുക്കുവാണെങ്കിൽ എൻ്റെ മനസ്സിലെ ആഗ്രഹമൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട് എടാ നീ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും, അല്ലാതെ ഭിക്ഷ എടുത്താൽ ആഗ്രഹങ്ങളൊന്നും നടക്കുകയില്ല, നീ മര്യാദയ്ക്ക് എഴുന്നേക്കുക എന്ന് പറയും. അന്നേരം അവിടെ നിന്ന് എഴുന്നേക്കുകയില്ല കേട്ടോ സുധി. അന്നേരം സച്ചി പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഈ അവസ്ഥയെ കണ്ടിട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നീ എഴുന്നേറ്റേടാ എന്നൊക്കെ പറയുക. അന്നേരം അടുത്തിരിക്കുന്ന അയാൾ പറയുന്നുണ്ട് ഇതുപോലൊരു നല്ല അനിയനെ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലൊരു ഗതിയിലേക്ക് എത്തില്ലായിരുന്നു എന്ന്. അന്നേരം സുധി പറയുന്നുണ്ട് ഇവനോ എന്നോട് സ്നേഹമോ, ഇവൻ ഒറ്റ ഒരുത്തിനും ഓരോന്ന് പറഞ്ഞ് ഞാൻ ഈ അവസ്ഥയിൽ എത്തിയത് എന്ന് പറയും. അന്നേരം സച്ചി പറയും അതും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, നീ എഴുന്നേറ്റേടാന്ന് പറയും. അന്നേരം ഞാൻ 6 മണി കഴിഞ്ഞ് എഴുന്നേക്കുള്ളൂ, ആ സമയം വരെ എനിക്ക് ഇവിടെ നിന്ന് ഭിക്ഷ യാചിക്കണം എന്ന് പറയുമ്പോൾ 6 മണി കഴിഞ്ഞ് എഴുന്നേക്കട എന്ന് പറഞ്ഞ് വഴക്ക് പറയുവാണ്. അന്നേരം രേവതി പറയുന്നുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കാതെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ചുകൊണ്ട് സച്ചിയേട്ടാ, അല്ലെങ്കിൽ ആൾക്കാർ കണ്ട നാണക്കേടാകുമെന്ന് പറയും. അന്നേരം സച്ചി ബലം പ്രയോഗിച്ച് എഴുന്നേപ്പിക്കുവാണ്. അന്നേരം ഞാൻ എഴുന്നേറ്റ് വരികയില്ല എന്ന് പറയുമ്പോൾ കയ്യിലിരിക്കുന്ന ആ ഭിക്ഷപാത്രം ഉണ്ടല്ലോ അതൊക്കെ തട്ടിക്കളഞ്ഞിട്ട് പിടിച്ചു വലിക്കുമ്പോൾ ഈ കുഞ്ഞു പിള്ളേർ വരികയില്ല എന്ന് പറഞ്ഞ് കരയുന്ന പോലെ അവിടെ ഒരു കമ്പിയുണ്ട്, അത്തെ പിടിച്ച് കരയോ ഞാൻ വരികയില്ല എന്ന് പറഞ്ഞാൽ സച്ചി പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ്. എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് എന്ത് നാറ്റമാടാ നിനക്ക് എവിടുന്ന് ഈ ഡ്രസ്സ്
അഡ്രസ്സൊക്കെ കിട്ടി കഴിയുമ്പോൾ അതൊരു ഭിക്ഷക്കാരൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാടകയ്ക്ക് എടുത്തതെന്ന് പറയും. സച്ചിക്ക് ദേഷ്യം വരും, പിടിച്ച് വലിച്ച് വണ്ടിയെ കയറ്റിയിട്ട് കൊണ്ടുപോകും. ഈ സമയം വീട്ടിൽ ചന്ദ്ര ഒരു കപ്പ് ചായ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് രവിക്ക്. അപ്പോൾ രവി പറയുന്നുണ്ട് ഇപ്പോൾ ഒരു കാപ്പ് കുടിക്കണമെന്നിങ്ങനെ മനസ്സിൽ ഓർത്തതേ ഉള്ളായിരുന്നു എന്ന്. അന്നേരം കാപ്പി കുടിച്ചിട്ട് പറയും ഇതിന് ഭയങ്കര കമർപ്പാണല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ നിങ്ങൾക്ക് നിങ്ങളുടെ മരുമോൾ ഇട്ട് തരുന്ന കാപ്പി മാത്രമല്ലേ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് പറയും. അന്നേരം പറയുന്നുണ്ട് അല്ല ഇതിന് കാപ്പിപ്പൊടി കൂടി പോയിട്ടാന്ന് തോന്നുന്നു, ഭയങ്കര ചൊവ്വയെന്ന് പറയുമ്പോൾ അതെ മധുരം ഇടാത്തത് കൊണ്ടാണ്, ഇനിയിപ്പോൾ പ്രായമായി മധുരം ഒന്നും കഴിക്കേണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ നീ കഴിക്കുന്നതോ എന്ന് ചോദിക്കും. അന്നേരം എനിക്ക് പ്രായമാകില്ലല്ലോ, അങ്ങനെ എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ ആ കണ്ണാടിയിലോട്ടൊന്ന് പോയി നോക്കാം അന്നേരം മനസ്സിലാകുമെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചിയും രേവതിയും കൂടെ സുധിയും കൊണ്ട് വരുന്നത്. ഏതായാലും വണ്ടി കൊണ്ട് നിർത്തി അതിൽ നിന്ന് സച്ചിയും രേവതി ഇറങ്ങി പോരുവാണ്. അന്നേരം സുധി വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കുക. അന്നേരം രേവതി സച്ചിയോട് പറയുന്നുണ്ട് അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ലല്ലോ എന്ന് ചോദിക്കും. അന്നേരം സച്ചി തിരിഞ്ഞ് തന്നെ നീ എന്തിനീ ഇനി വണ്ടി ഇരിക്കുന്നു, ഇങ്ങോട്ട് ഇറങ്ങടാ വീടെത്തിയെന്ന് പറയുമ്പോൾ ഞാൻ ഇറങ്ങുന്നില്ല, എന്നെ ഈ അവസ്ഥയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും ശ്രുതിക്കും സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് നേരെ ഈ അവസ്ഥയിൽ നിന്നെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർക്കും വിഷമാകും, പക്ഷേ വണ്ടിയിൽ തന്നെ ഇരിക്കാനും പറ്റിയല്ലോ അതുകൊണ്ട് നീ ഇങ്ങോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സച്ചിയെയും ആകെ വിഷമിച്ചിരിക്കുന്ന സുധിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ സച്ചിയുടെ കൂടെ സുധി കയറി ചെല്ലുമ്പം ഭിക്ഷക്കാരനെ കൊണ്ട് വീട്ടിൽ വന്ന് ഇവനെ കൊണ്ട് ഒരു രക്ഷയില്ല അതായതാന്ന് പറഞ്ഞാൽ ചന്ദ്ര ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. അന്നേരം സുധി അമ്മയെന്ന് വിളിക്കുമ്പോൾ ഓ അതും പോരഞ്ഞിട്ട് ആ പിച്ചക്കാരനെ കൊണ്ട് എന്നെ അമ്മയെന്ന് വിളിപ്പിക്കുവാണോടാന്ന് വെച്ച് ചന്ദ്ര കിടന്ന് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് സുധിയെ കാണുമ്പോൾ ഉള്ള ഒരു അവസ്ഥ